പ്രിയപ്പെട്ടവരെ നമസ്കാരം. വൈകുന്നേരം നേരാണ് സമയം. ഈ സമയത്ത് നമുക്ക് അത് മാത്രല്ല പൊറോട്ടയ്ക്ക് പറ്റിയ ഒരു കറി അതാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് പൊറോട്ടയ്ക്ക് കഴിക്കാൻ ഭയങ്കര രസമായിട്ടുള്ള സമയമാണ്. സമയം വൈകുന്നേരം 8 മണിയാണ്. നമ്മൾ തട്ടുകടയിലൊക്കെ പോണ സമയങ്ങളാണ്. അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ കുമാരിയേച്ചി പറഞ്ഞു തന്നിട്ടുള്ള കറിയാണ്. ഞങ്ങള് ഇവിടേക്ക് പോയിപ്പോ കുറ്റാലത്തേക്ക് പോയിപ്പോ റാണി കാറിലുണ്ടായിരുന്നു. റാണി പറഞ്ഞു ഈ റഹ്മത്ത് പൊറോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക പ്രശസ്തമായ പൊറോട്ട ഉണ്ടാക്കണ വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോർഡർ പൊറോട്ട എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇത്ര. അപ്പൊ റാണി ചോദിച്ചു, അജുവേട്ടൻ റഹ്മത്തിലത്തെ പൊറോട്ട കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ലോക പ്രശസ്തമാണെന്ന് പറഞ്ഞു. എല്ലാവരും വീഡിയോ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കത് വാങ്ങിക്കണം, വരുമ്പോ വാങ്ങിക്കണം. അതിന്റെ ഒപ്പം ഒരു കറിയും കൂടി കിട്ടിയെന്ന് പറഞ്ഞു. സാൽന എന്ന് പറഞ്ഞിട്ടുള്ള കറി കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞു. പൊറോട്ടേനേക്കാൾ ടേസ്റ്റ് ആ കറിക്കാന്ന് പറഞ്ഞു. സാലൻ നമ്മളൊരു പാത്രം എടുക്കണം, അടുപ്പ് കത്തിക്ക്. വളരെ സിമ്പിൾ ആണ് സാലിന്. ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല പറയാം. അടപ്പത്ത് നമ്മൾ പാത്രം വെക്കും. പൊറോട്ട കഴിച്ചു, സാലിന് കഴിച്ചിട്ടില്ല. അതെ, അത് ഞങ്ങൾ അന്നേ കുറ്റാലത്തുനിന്ന് വരുന്ന വഴിക്ക് കഴിക്കാൻ നേരം കിട്ടിയില്ലല്ലോ. അപ്പൊ പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾ പോവായി. അപ്പൊ റാണി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് വാങ്ങിട്ട് വന്നു. അവിടെ പോയി കഴിഞ്ഞാൽ കൊറേ സമയം വരുന്നിക്കണ അത്ര കിട്ടണമെങ്കിൽ സാലിനെയും പൊറോട്ടയും വാങ്ങിട്ട് വന്നു. നോൺ വെജ് ഉണ്ട്, വെജും ഉണ്ട് കേട്ടാ. ഈ സാലന എന്ന് പറയുന്ന സാധനം ഇതന്നെ കൂട്ടും കാര്യങ്ങളൊക്കെ ഇതില് ചിക്കൻ ഇട്ട അല്ലെങ്കിൽ മട്ടനോ ബീഫോ എന്തൊരു സാധനം ബീഫ് ഇടില്ല, ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ ചേർക്കുമ്പോ റേറ്റ് കൂടുന്നു. കുമാരിജി പറഞ്ഞ വെളിച്ചെണ്ണ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അവര് കടലെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒക്കെ ആവും ഉണ്ടാക്കണ്ടാവാ. ഡാൽഡയിലോ ഉണ്ടാക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. നമുക്ക് വെളിച്ചെണ്ണ നമ്മുടെ പാത്രം ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം കേട്ടാ, കാരണം ആ കൂട്ടാന്റെ മുകളിൽ ഇങ്ങനെ ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. വെളിച്ചെണ്ണ ചൂടായി നമ്മൾ കടുക് ഇടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്കായ, കരയാമ്പൂ ഒക്കെ 2 വീതട്ടാ. പിന്നെ തക്കോലം, പിന്നെ കൽപ്പാസി എന്ന് പറയുന്ന സാധനമാണ് ഇത് കിട്ടുന്നത്. തമിഴ്നാട്ടുകാർ ചേർക്കുന്ന സാധനമാണ്. അത് ഇതിരിക്കുന്നു. ഇത് നമുക്ക് മറ്റേ ഗാന്ധി ഗ്രാമത്തിൽ നിന്ന് കിട്ടിയ കാരണം നമ്മൾ ഇട്ടു. ഇല്ലാത്തവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കൽപ്പാസ എന്നിട്ട് ഇളക്കിയിട്ട് നമ്മൾ 2 സബോള വളരെ കനം കുറച്ചരിക്കണം കേട്ടാ. പ്രത്യേകം ശ്രദ്ധിക്കണം. നൈസായിട്ട് അരിയണം കേട്ടാ. കണ്ടാ, നൈസായിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. 2 സബോള നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഒരു 2-3-4 പച്ചമുളക് കേട്ടാ. നന്നായി വാടട്ടെ. അപ്പൊ നമ്മുടെ ഈ സബോള അങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വാടിയിട്ടില്ല, എന്നുവെച്ചാൽ അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അത് ഒരു 2 ടീസ്പൂൺ നമ്മൾ ചേർക്കണം കേട്ടാ. നമ്മളിത്തിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്തുടങ്ങി. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. നമ്മളുടെ ഭയങ്കര എരിവാട്ടാ മുളക് പൊടി, അതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ടത്. അപ്പോൾ നമ്മുടെ ഈ മുളക് ഒക്കെ മൂക്കുമ്പോൾ ഈ മല്ലിയില കുറച്ച്, പിന്നെ പുതിനയില കുറച്ചിടാം. ഒരു നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടില്ല, ബെസ്റ്റ് മണാ. 2 തക്കാളി പേസ്റ്റ് അടിച്ചു കേട്ടാ. അതെ, നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോണു. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിടണം കേട്ടാ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു സാധനം നമ്മൾ ചേർക്കണം. നാളികേരം ചെരുകിയത്, പെരിഞ്ചീരകം,
2 ഏലക്കായ, 2 കരയാമ്പൂ, ഒരു പട്ട, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇത് എല്ലാം കൂടിയിട്ട് പേസ്റ്റ് അടിച്ച് കൊണ്ടുവരണം, മിക്സിയിൽ അടിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇത് ഞാൻ അത് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാവട്ടെ, തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടുണ്ട് വളർന്ന് വരണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. ഇതാണ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. രാത്രിയിലത്തെ മൂഡ് നല്ല രസം. മൂഡ് ഒരില്ല പോലും അനങ്ങുന്നില്ല. മിക്സി ശബ്ദം വന്നു. എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചായിരുന്നു. സാരില്ല, അടുത്തലാവാം. തക്കാളിന്ന് എണ്ണ അങ്ങനെയായിട്ട് തെളിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളി വരണം. തക്കാളിയൊക്കെ നന്നായി മൂക്കണം. ഇത് വെള്ളം വറ്റണം, തക്കാളിയിലത്തെ വെള്ളം വറ്റണം. അപ്പോൾ തക്കാളിയിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സരിത പേസ്റ്റ് അല്ല ഈ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഇത് ഒഴിക്കാം നമുക്ക്. ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നു കേട്ടോ. നന്നായി തെളിഞ്ഞ് കുറുകി വരണം. ഇനി നന്നായി തിളച്ച് കുറുകി വരണം കേട്ടോ. ഉപ്പ് ചേർക്കണം. ഉപ്പ് ഇത്തിരി വേണ്ടി ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇടണം. ഈ സാധനത്തിൽ ഈ ഇറച്ചിയൊക്കെ വേവിച്ചില്ലേ, ഇപ്പോൾ ഈ ആട്ടിറച്ചി, കോഴിയിറച്ചി, അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചത് കുഞ്ഞു കഷ്ണങ്ങളാക്കാം. എന്നിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വിസിലടിപ്പിച്ച് വേവിക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി തിളച്ച് കുറുകാൻ വെക്കുക. നല്ല മണം വരുന്നുണ്ട്. കാണാൻ ശരിക്കും തന്നെ നല്ല ചുമപ്പ് കളറിലായിരിക്കും അല്ലേ? പക്ഷെ ഇത് നോക്കിയേ നമ്മുടെ ഇരിക്കുന്ന കളറ്. അവർ കാശ്മീരി മുളക് പൊടി ചേർക്കും. അങ്ങനെയുണ്ട്. നമുക്ക് ഇതിന് കളറില്ലാത്ത സ്ഥിതിക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കായിരുന്നു. വേണ്ട, എന്തിനാ കാശ്മീരി മുളക് പൊടി എനിക്ക് ഇഷ്ടമില്ല. കളറിന്റെ നോക്കണ്ട, അതിന്റെ ടേസ്റ്റാണ് നമ്മുടെ പ്രധാനം. നല്ല എരിവുണ്ട്. കളറ് ചേർക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് തീ കുറയ്ക്കല്ലേ? തീ സിമ്മിലിട്ടാൽ മതി. ഇതേ നമ്മുടെ ഈ സാധനം തിളച്ച് കേട്ടോ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ തിള നിൽക്കുമ്പോൾ നമുക്ക് മല്ലിയിലും പുതിനയിലും വിതറാം. അതിൻ്റെ മുകളിൽ മല്ലിയിലും പുതിനയിലും വിതറണം കേട്ടോ. അയ്യോ, ഒരു സ്ഥലത്ത് ഈ കട്ട കുത്തി. നമ്മുടെ ഈ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം നോക്കിയാൽ എല്ലാ നായ്ക്കളൂടെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പായി കേട്ടാ. ഇറച്ചീരെ മണം അത്രയ്ക്കും ഇതിൻ്റെ മണ്ണടിച്ചിട്ടാണ് വന്നത്. ഇവർ ഇങ്ങോട്ട് ഈ സമയത്ത് ഇപ്പോൾ വരാറില്ല. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവർ കുറേ കഴിയുമ്പോൾ വരാം. ഇതിൽ ഇറച്ചിയൊന്നുമില്ലേ, പച്ചക്കറിയാ. ഇപ്പോൾ സാലിനെ നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ നിന്നില്ല, നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. അതിന് കോമ്പിനേഷൻ പൊറോട്ട, ചപ്പാത്തി, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചൂട് പൊറോട്ട. അപ്പോൾ നമ്മൾ വൈകുന്നേരം സമയം 8:30 സമയം നമ്മൾ കഴിക്കാൻ പോവാണ്. സാലിനെ കഴിഞ്ഞിട്ട് നോക്കാം, പൊറോട്ട കഴിഞ്ഞിട്ട് നോക്കാം. 8 മണിക്കാണ് തുടങ്ങിയത്. അരമണിക്കൂർ ആകുമ്പോഴേക്കും കഴിഞ്ഞു അല്ലേ ഉണ്ടാക്കല്? കറക്റ്റ് അരമണിക്കൂർ. 2 പൊറോട്ട കഴിക്കുന്നതിന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരെണ്ണം ഇട്ടാൽ മതി. പറ്റും ചിങ്ങി കഴിച്ച് കഴിഞ്ഞിട്ട് പറ്റും ചിങ്ങി ഇട്ടാൽ മതി. പിന്നെ ഞാനും ഒരെണ്ണം തന്നെയാണ് നിൽക്കുന്നത്. ഒരേ കൂട്ടാൻ കൂട്ടാട് തുടങ്ങി. അല്ല, കാണുമ്പോൾ തന്നെ വ്യത്യാസം. പ്ലേറ്റ് തന്നെ വളരെ വ്യത്യാസമുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഒഴിക്കാൻ പോണു. ഞാൻ നിന്നിട്ട് നീ കഴിക്കുന്ന കേട്ടാ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സമാധാനമായിട്ട് സ്ഥലത്ത് നിന്ന് കഴിക്കും. ചൂടുണ്ട് കൂട്ടാന്.
ഏതാ രസം അവിടത്തെ സുധാന്ന് ജഗ് കഴിച്ചേ എരി കൂടുതലുണ്ടാ? എരി കൂടുതൽ അതായത് പൊറോട്ടയ്ക്ക് പറ്റിയൊരു കറി തന്നെയാണിത്. അതെ, പൊറോട്ടയ്ക്ക് മാത്രമല്ല ചപ്പാത്തിക്ക്. ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും വീട്ടിലില്ലെങ്കിലും സബോള മാത്രം മതി. സബോളയും തക്കാളിയൊക്കെ ചേർത്തിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. മറ്റേ മസാലയുടെ സാധനങ്ങളൊക്കെ ഒക്കെ ചേർത്തിട്ടാണ്ട് നമുക്ക് അത് കഴിക്കാം, ഉണ്ടാക്കാം. അടിപൊളിയാ. ഇതിൽ ഇറച്ചിയും ഇതൊക്കെ ഇടുമ്പോൾ വ്യത്യാസം വരും. അപ്പം ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊറോട്ട തന്നെ മെല്ലെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നിർത്താം. അത്യാവശ്യം ഗംഭീരമായി കറി എന്നല്ല പറയാം, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കൂട്ടാനാണ്. നമുക്ക് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. ഭയങ്കര സംഭവം ഞാൻ പറയുന്നില്ല. ടേസ്റ്റ് ഉണ്ട്. അതിൽ ഇറച്ചി ഇടുമ്പോൾ എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അപ്പം നിങ്ങളിതൊക്കെ വെച്ച് നോക്കാം. ഞങ്ങൾ ഇനി മെല്ലെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.